അബുദാബിയിൽ ഏതൊക്കെ ഏരിയസിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? പാർട്ട് 1. അബുദാബി സിറ്റിയുടെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന 2 ഫ്രീ ഹോൾഡ് ലൊക്കേഷൻസ് ആണ് അൽമറിയ ഐലൻഡും അൽറീം ഐലൻഡും. അൽറീം ഐലൻഡിൽ അപ്പാർട്ട്മെന്റ്സ്, ടൗൺ ഹൗസ്, വില്ലാസും അവൈലബിൾ ആണ്. അൽറീം ഐലൻഡിൽ അപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അൽമറിയ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അബുദാബിയുടെ ഫൈനാൻഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സും ആണ്. വൺ ഓഫ് ദ ഫ്രീ സോൺ ഏരിയ കൊണ്ടാണ്. ഐലൻഡ് അബുദാബിയിലെ തന്നെ വൺ ഓഫ് ദ അഫോർഡബിൾ അപ്പാർട്ട്മെന്റ് കിട്ടുന്ന ഏരിയയും കൂടാണ്. ഈ ലൊക്കേഷനിലാണ് അബുദാബിയുടെ റോയൽ ഫാമിലീസും മിനിസ്റ്റേഴ്സും താമസിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ലൊക്കേഷനാണ് അൽ ഖുദ്രിയാത്ത് ഐലൻഡ്. ഈ ഐലൻഡ് ഫ്രീ ഹോൾഡ് ആണ്. ഒരു പോർഷൻ ഓഫ് ദ ഐലൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പോർട്സ്, ലെഷർ ആൻഡ് അഡ്വഞ്ചറിന് വേണ്ടിയാണ്. നൈറ്റ് ബീച്ച്, 3-to-1 സ്പോർട്സ് ഫെസിലിറ്റി, സർഫ് അബുദാബി, സർക്യൂട്ടെക്സ്, അഡ്വഞ്ചർ പാർക്ക്, സ്കേറ്റ് പാർക്ക്, 30 കിലോമീറ്റർ ഓഫ് സൈക്ലിംഗ് ട്രാക്ക്, F&B, റീറ്റെയിൽസ് എന്നിവയെല്ലാം ഈ ഐലൻഡിൽ അവൈലബിൾ ആണ്. ഈ സൈഡിലായിട്ടാണ് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയാസ് വരുന്നത്. ഇതിനകത്ത് അപ്പാർട്ട്മെൻറ്റ്സ്, വില്ലാസ്, ടൗൺ ഹൗസ്, മാൻഷൻസ് എന്നിവയെല്ലാം അവൈലബിൾ ആണ്. ഇതിനകത്ത് എബോവ് സീ ലെവൽ 60 മീറ്റേഴ്സ് വരെ ഹൈറ്റുള്ള ബെവർലി ഹിൽസ് മോഡലുള്ള നമുക്ക് വില്ലാസും മാൻഷൻസും വരുന്നുണ്ട്. ഇതിനകത്തൊരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 2 മില്യൺ ദിർഹംസ് തൊട്ട് അപ് ടു 60 മില്യൺ ദിർഹംസ് വരെയുള്ള മാൻഷൻസ് അവൈലബിൾ ആണ്. 16 കിലോമീറ്റേഴ്സ് ഓഫ് കോസ്റ്റൽ ലൈനാണ് ഈ ഐലൻഡിൽ വരുന്നത്. മെയിൻ ലാൻഡിൻ്റെ 50% സൈസ് ഉണ്ട് ഈ ഐലൻഡിൽ. ഏകദേശം 20 മിനിറ്റ്സ് കൊണ്ട് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും ഏകദേശം 1 അവർ കൊണ്ട് ദുബായിലും എത്തിച്ചേരാം.